വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റിലെ 6 വയസ്സുകാരിയുടെ കൊലപാതകത്തിലെ കോടതി വിധിയിൽ ചുരക്കുളം എസ്റ്റേറ്റ് തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. പ്രതി അർജുനല്ല കുറ്റകൃത്യം ചെയ്തതെങ്കിൽ മറ്റാരാണ് പ്രതിയെന്നും കേസിൽ പുനരന്വേഷണം വേണമെന്നും കുട്ടി താമസിച്ചിരുന്ന എസ്റ്റേറ്റ് ലയത്തിലെ തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. അർജുൻ കൊന്നെന്ന് പറഞ്ഞു. ഇപ്പോൾ അർജുൻ ഇല്ലാതെയായി. അപ്പോൾ യഥാർത്ഥ പ്രതി ആരാ? അവരെ കണ്ടുപിടിക്കണമല്ലോ. അതുപോലെ ഇനി ഞങ്ങൾക്ക് ഉള്ള പെങ്കൊച്ചിനെ ഞങ്ങൾ എങ്ങനെ പോറ്റി കൊണ്ടുപോകുമോ? എത്ര ദിവസം ഇങ്ങനെ പേടിച്ചിരിക്കും. ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പ്രതി ഉണ്ടോയെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ ഇതിനൊരു തീരുമാനം ഞങ്ങൾക്ക് വേണം. വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റ് ലയത്തിൽ 6 വയസ്സുകാരിയെ പീഡനത്തിനിരയാക്കി കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയ സംഭവത്തിൽ 2.5 വർഷത്തിന് ശേഷം വന്ന കോടതി വിധിയുടെ ഞെട്ടലിലാണ് കുട്ടി താമസിക്കുന്ന എസ്റ്റേറ്റ് ലയത്തിലെ സ്ത്രീ തൊഴിലാളികൾ. ഈ പോലീസുകാരും ഡോക്ടർമാരും എല്ലാം ചേർന്ന അർജുൻ കൊന്ന ഇങ്ങനെ ഒരു സംഭവം നടന്നെന്ന് പറഞ്ഞാൽ ഇപ്പൊ അവര് തന്നെ ഇല്ലെന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങൾ ഇനി ആരെയാ ചെന്ന് കണ്ടെത്തുന്നത്? മുഖ്യമന്ത്രി തള്ളി പറഞ്ഞു, MLA തള്ളി പറയുന്നു. അപ്പൊ ഞങ്ങൾ ഇനി ആദ്യം കൂടെ നിൽക്കേണ്ടത്. ഇപ്പൊ ഞങ്ങൾക്ക് ഒരു ആശ്രയം ഇപ്പൊ നിങ്ങളെ ഉള്ളത്. പോലീസുകാരനോട് പറയും ഇവിടെ കയറരുതെന്ന് പറയും. മുഖ്യമന്ത്രി പറയാൻ അല്ലെന്ന്. അല്ല, വെറുതെ എന്തിനാ പോലീസുകാർ ഇവിടെ വരുന്നത്? ഞങ്ങൾ ചോദിച്ചപ്പോ ഞങ്ങളെ വഴക്ക് പറഞ്ഞതാ ഈ പോലീസുകാര്. കൊലപാതക ശേഷം പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾക്ക് ദൃക്സാക്ഷികളായവരാണിവർ. ഇവരുടെ കൺമുമ്പിൽ വെച്ച് തന്നെയാണ് പ്രതിയെ എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തിയതും പ്രതി കുറ്റം ചെയ്യുന്ന രീതി പോലീസിനോട് വിവരിച്ചതും. കോടതി വിധിയെ ഏറെ പ്രതീക്ഷയോടാണ് ഇവർ കാത്തിരുന്നത്. എന്നാൽ കേരള ജനതയ്ക്കൊപ്പം കോടതി വിധി നെഞ്ചിലൊരിടുത്തി പോലെയാണ് ഇവർക്കും അനുഭവപ്പെട്ടത്. ഇന്നലെ കോടതി വിധി കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയതായും ഇങ്ങനെ ഒരു വിധി വരുമെന്ന് തങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും എസ്റ്റേറ്റ് തൊഴിലാളികൾ പറയുന്നു. കേട്ടപ്പോൾ ഞെട്ടിപ്പോയി, സ്തംഭിച്ചു പോയി. ഇങ്ങനെ ഒരു വിധി വരുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും ഓർക്കാത്തൊരു കാര്യമാണ്. കണിശമായിട്ട് ഇത് അർജുൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ തെളിവുകളും ഞങ്ങളെ മുന്നിലാണ് ഈ കാര്യങ്ങളൊക്കെ നടന്ന് തെളിവെടുപ്പും കാര്യമൊക്കെ നടത്തിയത്. അവൻ ഇവിടെ സമ്മതിച്ച കാര്യമല്ലേ? സമ്മതിച്ച കാര്യം പിന്നെ എങ്ങനെ അവിടെ പോയ തെളിവില്ലാതെ പോയത്? അർജുൻ തന്നെയല്ലേ, വേറെ ആരെയും ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. അർജുൻ തന്നെയാ. നീതി കിട്ടണം. ഈ കുഞ്ഞിന്റെ അച്ഛനും അമ്മയ്ക്കും കണിച്ച നീതി കിട്ടണം. അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയിൽ ഹാജരാക്കിയ തെളിവുകളും സാക്ഷികളും പര്യാപ്തമല്ലാത്തതിനാൽ അർജുൻ പ്രതിയല്ല എന്ന് കോടതി വിധി പ്രഖ്യാപിച്ചതോടെ മറ്റാരാണ് യഥാർത്ഥ പ്രതിയെന്ന് തൊഴിലാളികൾ ചോദിക്കുന്നു. ആലുവായിൽ പെൺകുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ ഉടനടി പ്രതിക്ക് മരണശിക്ഷ വിധി വന്നതോടെ വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റ് ലയത്തിലെ 6 വയസ്സുകാരിയുടെ കൊലപാതകത്തിലെ പ്രതിക്കും വധശിക്ഷയിൽ കുറയാത്ത ശിക്ഷ ലഭിക്കുമെന്ന് എല്ലാവരും കരുതിയിരുന്നു. വിധിയുടെ ഞെട്ടലിൽ നിന്നും ഇപ്പോഴും വിട്ടുമാറാത്ത തൊഴിലാളികൾ കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അധികൃതരെ സമീപിക്കുവാനൊരുങ്ങുകയാണ്. കട്ടപ്പനയിൽ 1 രൂപയ്ക്ക് ബ്രാൻഡഡ് ടീഷർട്ട് 500 പേർക്ക് ഡിസംബർ 15 വെള്ളിയാഴ്ച മുതൽ ഡിസംബർ 17 ഞായറാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന 500 ഉപഭോക്താക്കൾക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റിന്റെ വിറ്റഴിക്കൽ മേളയിലേക്ക് ഡിസംബർ 15 വെള്ളിയാഴ്ച മുതൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ്, ന്യൂ പവിത്ര കോംപ്ലക്സ്, പവിത്ര ജംഗ്ഷൻ, പുലിയൻമല റോഡ്, കട്ടപ്പന. കാൽനൂറ്റാണ്ടായി കട്ടപ്പനയിലെ പ്രമുഖ സംഘടനകൾ സംയുക്തമായി നടത്തിവരുന്ന എക്യുമെനിക്കൽ ക്രിസ്മസ് ആഘോഷവേദിയിൽ 50,000 രൂപയുടെ സമ്മാനങ്ങൾ. കരോൾ ഗാനങ്ങൾ ആലപിക്കുന്ന ടീമുകൾക്ക് ഓൺലൈൻ മത്സരങ്ങളിലൂടെ സമ്മാനങ്ങൾ. ഏറ്റവും അധികം ലൈക്കുകൾ കിട്ടുന്ന ടീമിന് ബജറ്റ് ഹോളിഡേസ് നൽകുന്ന 10,001 രൂപ ക്യാഷ് പ്രൈസ്. 2ാം സ്ഥാനം നേടുന്ന ടീമിന് കട്ടപ്പന എസ്മാർട്ട് നൽകുന്ന 5,001 രൂപ ക്യാഷ് പ്രൈസ്. 3ാം സ്ഥാനം ട്വിൻസ് അബ്രോഡ് നൽകുന്ന 3,001 രൂപ ക്യാഷ് പ്രൈസ്. ഒപ്പം കരോളിൽ പങ്കെടുക്കുന്ന പ്രേക്ഷകർക്ക് നറുക്കെടുപ്പിലൂടെ സമ്മാന പെരുമഴ. പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ഇപ്പോൾ കട്ടപ്പനയിലും. ഡൽഹി, കൊൽക്കത്ത, ബോംബെ, സൂറത്ത്, അഹമ്മദാബാദ്, ഈറോഡ്, തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതൽ വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു. ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇത് ആദ്യം. മെൻസ് ടീഷർട്ട് 3/4 ഷോർട്സ്, ലേഡീസ് പല്ലാസോ, ലെഗിൻസ് 79 രൂപയ്ക്ക്, ലേഡീസ് കുർത്തി, ടോപ്പ്, ജഗിൻസ്, സ്കേർട്ട് 99 രൂപയ്ക്ക്, ലേഡീസ് ടീഷർട്ട് 69 രൂപയ്ക്ക്, ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് 49 രൂപയ്ക്ക്, ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ് 99 രൂപയ്ക്ക്, കിഡ്സ് ഷോർട്സ് 19 രൂപയ്ക്ക്, മെൻസ് കാഷ്വൽ ഷർട്ട് 169 രൂപയ്ക്ക്, മാറ്റ് 19 രൂപയ്ക്ക്. ഈ വിറ്റഴിക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം. ആദ്യം എത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു. ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ്, ന്യൂ പവിത്ര കോംപ്ലക്സ്, പവിത്ര ജംഗ്ഷൻ, പുലിയൻമല റോഡ്, കട്ടപ്പന. നീ നന്നാവാൻ തീരുമാനിച്ചോ? എന്ത് ചെയ്യാനാടി? എത്ര കാലമാ വീട്ടുകാരെ പറ്റി ജീവിക്കുന്നത്?
നീ ഒരു ഗവൺമെന്റ് ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എന്റെ കൂടെ ചാവറ PC കോച്ചിങ് സെന്ററിലേക്ക് വാ. അവിടെ ചെന്നപ്പോഴാണ് ഞാനും അറിയുന്നത് ഇതൊക്കെ നമുക്കും പറ്റിയ പരിപാടിയാണ്. എടാ, റെഗുലർ ആൻഡ് ഈവനിംഗ് ക്ലാസ്സുകളും കമ്പൈൻഡ് സ്റ്റഡിക്കുള്ള സൗകര്യങ്ങളും ഉണ്ട്. ഇടുക്കി ജില്ലയിലെ ഗവൺമെന്റ് ജോലി ഈ ജില്ലയിലുള്ളവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി 3 റിട്ടയർഡ് ഹെഡ് മാസ്റ്റേഴ്സ് ചേർന്ന് നടത്തുന്ന സ്ഥാപനമായത്. ഇവിടെ വന്ന ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു ഗവൺമെന്റ് ജോലി ഉറപ്പാക്കും. എന്നാ ഇനി ഞാനുമുണ്ട് ചാവറ PC കോച്ചിങ് സെന്ററിലേക്ക്. ചാവറയിൽ ചേരൂ, ഗവൺമെന്റ് ജോലി ഉറപ്പാക്കും. നിങ്ങളുടെ സർക്കാർ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ. ചാവറ PSC കോച്ചിംഗ് സെന്റർ, കട്ടപ്പന.